Dear friends, learn English grammar with Madhav Mash. Welcome to my class. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പാസീവ് വോയിസിൻ്റെ തുടർച്ചയാണ്. ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ തുടർച്ചയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് 4 അസർട്ടീവ് സെൻറ്റൻസിനെ കുറിച്ചാണ്. അസർട്ടീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാനാണ് ഇതുവരെ ഒരുപാട് എക്സാമ്പിൾ ഞാൻ ചെയ്തു തന്നത്. ഞാൻ ചെയ്തു തരുന്ന എക്സാമ്പിളുകൾ വീണ്ടും എഴുതി പഠിച്ചാൽ നിങ്ങളത് അതിനൊരു വിദഗ്ധനായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ, അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഉപകാരവും ആയി വരില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളെ പഠിപ്പിക്കാൻ വളരെ സഹായകരമാണ്. കുട്ടികൾ തെറ്റി പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റും. എൻ്റെ അമ്മമ്മ ഞങ്ങൾ ഗുണഘോഷം ചെല്ലുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും. അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുമായിരുന്നു. എൻ്റെ അമ്മമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓതൻറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാനും വലിയ തൻ്റെ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവർക്ക് 4ാം ക്ലാസ് ആയെങ്കിൽ പോലും 16 256 എന്നുള്ളത് തെറ്റി പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് തലമുറ പഠിച്ചു വരുന്നവർ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് പഠിപ്പുണ്ടായിട്ടില്ല. അന്നത്തെ കാലത്ത് എൻ്റെ അമ്മൂമ്മ 104 വയസ്സിലാണ്. അപ്പോൾ അവർക്കത് കേട്ട് പരിചയിച്ചപ്പോഴാണ്, സ്കൂളിൽ പഠിച്ചുള്ളതല്ല. അതുകൊണ്ട് പറയാണ്, ഇത് ബൈ പ്രാക്ടീസ് യു ക്യാൻ ബിക്കം എൻ എക്സ്പേർട്ട്. വിദഗ്ധനാണെങ്കിൽ ബൈ പ്രാക്ടീസ് തന്നെ പറ്റുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ശ്രമിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം വാചകങ്ങൾ അക്കോർഡിംഗ് ടു ദ നേച്ചർ, ഫംഗ്ഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ വേർഡ്സ് ഇൻ എ സെന്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4 എന്ന് ഞാൻ പറഞ്ഞു. ദേ ആർ അസർട്ടീവ് സാധാരണ വാചകം, ഇംപരേറ്റീവ് കൽപ്പനാജ്ഞാപേക്ഷ, എക്സ്ക്ലമേറ്ററി ആശ്ചര്യവാചകം, ഇൻട്രോഗേറ്റീവ് ചോദ്യവാചകം. ചോദ്യവാചകം ആർ ഓഫ് 2 ടൈപ്സ്: വേവേഡ് ക്വസ്റ്റ്യൻ ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അത് നമുക്ക് തിരിച്ചറിയാം. വേവേഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വേറ്, വെന്നെ, വിച്ച്, വാട്ട്, ഹൂവ്, ഹൂസ്, ഹുമ്മ്, ഹൗ ഇത്തരം വേർഡ്സ് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ വേവേഡ് ക്വസ്റ്റ്യൻ എന്നും, സഹായക്രിയകളായിട്ടുള്ള 24 സഹായക്രിയകൾ ഈസ്, ആം, ആർ, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, മസ്റ്റ്, ഡയർ, നീഡ്, ഓട്ട്, ടു തുടങ്ങിയ സഹായക്രിയകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. ദേ ആർ കോൾഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ബിക്കോസ് ദ ആൻസർ ഈസ് ഐദർ യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ്. മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നീണ്ട ഉത്തരം പറയേണ്ടി വരും. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ്. നിങ്ങൾ സിനിമ കണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ, അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ കുറച്ച് അസർട്ടീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാനാണ് എക്സാമ്പിളുകൾ ഞാൻ എഴുതി തന്നിരുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഇംപരേറ്റീവ് സെൻറ്റൻസ്. ഇംപരേറ്റീവ് സെൻറ്റൻസ് ആർ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. മലയാളം പറഞ്ഞാൽ കൽപ്പന, ആജ്ഞ, അപേക്ഷ. ഈ വാചകങ്ങളെയാണ് ഞാൻ ഇന്ന് പാസീവ് ആക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇവനെ റെക്കഗ്നൈസ് ചെയ്യുക, ഐഡന്റിഫൈ എങ്ങനെയാണ്? ഒരു ഇംപരേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് തിരിച്ചറിയാം? സാധാരണ ഒരു വാചകത്തിലെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്, ഇങ്ങനെയാണ് സാധാരണ വാചകത്തിന്റെ ക്രമം. പക്ഷേ ഈ ക്രമം ചില വാചകങ്ങളിൽ പാലിക്കപ്പെടാറില്ല. അപ്പോൾ നമുക്ക് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ആയിട്ടുള്ള ഇംപരേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് സാധാരണ അണ്ടർസ്റ്റുഡ് ആണ്. ബിക്കോസ് സബ്ജക്റ്റ് ഈസ് ഓൾവേസ് യു, സെക്കൻഡ് പേഴ്സൺ ആയുള്ള യു ആണ് എല്ലാ വാചകത്തിൻ്റെയും സബ്ജക്റ്റ്. ഇപ്പോൾ കം ഇൻ എന്ന് പറഞ്ഞു, യു കം ഇൻ. ഗെറ്റ് ഔട്ട്, യു ഗെറ്റ് ഔട്ട്. സിറ്റ് ഡൗൺ, യു സിറ്റ് ഡൗൺ. ഷട്ട് ദ ഡോർ, യു ഷട്ട് ദ ഡോർ. അപ്പോൾ ഓൾവേസ് യു ആയതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് പ്രത്യേകം എടുത്ത് പറയാറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിൽ വെർബ് മാത്രമേ കാണുള്ളൂ, വെർബും ഒബ്ജക്റ്റും മാത്രമേ കാണുള്ളൂ. ഇംപരേറ്റീവ് സെൻറ്റൻസിൽ വെർബും ഒബ്ജക്റ്റേ കാണുള്ളൂ. സബ്ജക്റ്റ് ഈസ് ദ, സബ്ജക്റ്റും വെർബും ഇല്ല, അത് വാചകമില്ല എന്ന് നമുക്കറിയാം. സബ്ജക്റ്റും വെർബ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് പാർട്ട്, വെർബ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പോൾ പ്രെഡിക്കേറ്റും വെർബും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പ് പറഞ്ഞിട്ട്, പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്, നോട്ട് ഈക്വൽ ടു വെർബ് ബട്ട് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്. മിക്കവാറും വെർബിന് തുല്യമായ ഭാഗത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. പ്രെഡിക്കേറ്റിന് വലിയ ഭാഗമാവാം, പക്ഷേ പ്രെഡിക്കേറ്റിന് മിനിമം ഒരു വെർബിന്റെ രൂപം ഉണ്ടാവണം എന്ന് നമുക്കറിയാം. ടെൻസ് പറയുന്ന ഒരു വെർബിന്റെ രൂപം, ടെൻസ് പറയാത്ത വെർബുകളെ നമ്മൾ നോൺ ഫിനിറ്റീവ്സ് ആണ് പറയാറ്. അത് നമ്മൾ പഠിക്കുന്നത് ഫിനിറ്റീവ് വെർബുകളും നോൺ ഫിനിറ്റീവ് വെർബുകളും. ഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ സകർമ്മകം, നോൺ ഫിനിറ്റീവ് ഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ, നോൺ ഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അപൂർണക്രിയ.
അതായത് ക്രിയ ഉള്ള സ്വന്തമായി സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള വാചകമാണ് ഒരു ക്ലോസ് ആണ് വാചകമായി മാറുന്നത്. അപ്പം ഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപങ്ങളെ ഫിനിറ്റീവ് വെർബുകളെന്നും സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറാത്ത ക്രിയാരൂപങ്ങളെ നോൺ ഫിനിറ്റീവുകളെന്നും പറയും, അപൂർണ ക്രിയകളെന്ന് പറയും. ഈ നോൺ ഫിനിറ്റീവുകളെല്ലാം എപ്പോഴും ഇൻഫിനിറ്റീവുകളാണ്. ദേ ആർ ഐദർ ടു ഇൻഫിനിറ്റീവ്, ബയർ ഇൻഫിനിറ്റീവ്, ing ഇൻഫിനിറ്റീവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാറും. അപ്പോൾ ടെൻസ് വിളിക്കാൻ പറ്റാത്ത ക്രിയകളെ നമ്മൾ അപൂർണ ക്രിയകൾ എന്ന് പറയും. ടെൻസ് വിളിക്കാൻ പറ്റുന്ന ക്രിയകളെ പൂർണ്ണക്രിയ എന്നും പറയും. അപ്പോൾ ഞാൻ പറയാം, പാസീവ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൂർണ്ണക്രിയ വേണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു, അതെ ഇനി ബോർഡിലേക്ക് ഒന്ന് നോക്കിപ്പോ ഇമ്പരേറ്റീവ് സെൻസിനാണ് പാസീവ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉണ്ട് അവിടെ, പക്ഷെ കാണില്ല. ഇപ്പോൾ കിൽ ഹിം എന്നുള്ളതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. കിൽ ഹിം എന്നുള്ളത് അതിന്റെ സബ്ജക്റ്റ് യു എന്നാണ്. യു കിൽ ഹിം. അപ്പൊ യു എന്നുള്ള സബ്ജക്റ്റ്, കിൽ എന്നുള്ള വെർബ്, ഹിം എന്നുള്ള ഒബ്ജക്റ്റ്. ആരെ, ആർക്ക്, എന്ത്, എന്തിനെന്ന് പറയേണ്ടതാണ് ഒബ്ജക്റ്റ്. അപ്പൊ കിൽ ഹിം എന്നുള്ളതിന്റെ പാസീവ് വരിക. ഇതിന് മറ്റേ നിയമം, മറ്റുള്ള വാചകങ്ങളുടെ നിയമം വരില്ല. ഇതിന്റെ നിയമം ലെറ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ്. V3 എന്ന ഫസ്റ്റ് പാർട്സിന്. അപ്പൊ അത് എങ്ങനെയാണ് ആ നിയമം പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വരിക? കിൽ ഹിം ലെറ്റ് പ്ലസ് ബി പ്ലസ് ലെറ്റ് ഹിം ബി കിൽഡ്. കാരണം ഒബ്ജക്റ്റ് റൂട്ട് തന്നെ ലെറ്റ് ഹിം ബി കിൽഡ്, കൊല്ലവനെ. അപ്പൊ എന്താ പറയാ? അവൻ കൊല്ലപ്പെട്ടാലും ലെറ്റ് ഹിം ബി കിൽഡ്. അടുത്തത് ബ്രേക്ക് ദ ഗ്ലാസ്, ഗ്ലാസ് പൊട്ടിക്കുക. ലെറ്റ് ദ ഗ്ലാസ് ബി ബ്രോക്കൺ. ലെറ്റ് ദ ഗ്ലാസ് ബി ബ്രോക്കൺ. ഇനി പ്ലീസ് ഹെൽപ്പ് ഹിം, അതൊരു നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് എടുക്കാം. അതിനെ ഇങ്ങനെ തന്നെ പ്ലീസ് അവസാനം കൊടുക്കുക മാത്രമേ. ലെറ്റ് ഹിം ബി ഹെൽപ്ഡ് പ്ലീസ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ശരിയല്ലേ? എല്ലാ വാചകങ്ങളും അങ്ങനെ തന്നെ. ഇനി അറേഞ്ച് ദ ഹോൾ. ലെറ്റ് ദ ഹോൾ ബി അറേഞ്ച്ഡ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ക്ലോസ് ദ ഡോർ. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്. ദീസ് ആർ ദ 5 എക്സാമ്പിൾസ്. ഇമ്പരേറ്റീവ് സെൻസിലെ 5 എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. കൽപ്പന, ആജ്ഞ, അപേക്ഷ തുടങ്ങിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാസേജ് നമുക്ക് മനസ്സിലായി. ഈ എക്സാമ്പിളുകൾ ഇനി ഞാൻ 2 എക്സാമ്പിൾ താഴെ തരാം. അത് നിങ്ങൾ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് കമൻസിൽ ഇടുക. കേട്ടില്ലേ? കോമെൻറ്റ് ചെയ്യണത്, അല്ലാണ്ട് ശരിയാവില്ല. 1 or 2 വാചകം തരാം. ഒരു ഉദാഹരണം എഴുതിയപ്പോൾ തന്നെ തരാം. റീഡ് ദ ബുക്ക്. റീഡ് ദ ബുക്ക്. ഇതിനെ പാസീവ് ആക്കുക. 2 റൈറ്റ്. WRIT. റൈറ്റ് ദ നോട്ട്സ്. റൈറ്റ് ദ നോട്ട്സ്. ഈ 2 വാചകങ്ങളിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പാസീവ് ആക്കുക. എന്നിട്ട് കോമെന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമായോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻസിൻ്റെ എക്സാമ്പിളുകളാണ് ഞാൻ തന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസിനെ പാസീവ് ആക്കാൻ പഠിപ്പിച്ചു തരാം. ക്വസ്റ്റ്യൻസിനെ പാസീവ് ആക്കാൻ പഠിപ്പിച്ചു തരാം. ക്വസ്റ്റ്യൻസിനെ എന്ത് പറഞ്ഞാൽ ഇൻട്രോഗേറ്റീവ് സെൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അപ്പോൾ പറയും 4ാമത് എക്സ്ക്ലമേറ്ററി സെൻസിൽ എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യവാചകം സാധാരണ പാസീവ് ആക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അതിൽ ഒബ്ജക്റ്റ് കാണാറില്ല എന്നുള്ളത്. അത് ക്രിയ സകർമ്മകമാവുന്നത് വളരെ കുറവാണ്. ചിലതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ചുകൂടി വിദഗ്ധരായി മാറുമ്പോൾ നമുക്കതൊക്കെ പാസീവിലേക്കൊക്കെ എഴുതാൻ പറ്റിയെന്ന് വരും. പക്ഷേ എപ്പോഴും എക്സ്ക്ലമേറ്ററി സെൻസിനെ പാസീവ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അസർട്ടീവ് സെൻസിനെ പാസീവ് ആക്കാൻ. അസർട്ടീവ് സെൻസ് പറഞ്ഞാൽ സാധാരണ വാചകങ്ങൾ. ഇപ്പോൾ പഠിച്ചത് ഇമ്പരേറ്റീവ് സെൻസിനെ, കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ എന്നുള്ള വാചകങ്ങളെ പാസീവ് ആക്കാനാണ് പഠിപ്പിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസിനെ പാസീവ് ആക്കാൻ പഠിപ്പിക്കും. ക്വസ്റ്റ്യൻസ് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളൊക്കെ കൃത്യമായി എഴുതി തരാം. ഈ 2 ഹോംവർക്ക് പോലെയുള്ള കാര്യങ്ങൾ, റീഡ് ദ ബുക്ക്, റൈറ്റ് ദ നോട്ട്സ്, ഇത് പാസീവ് ആക്കി എഴുതുക. ഇത് ഇമ്പരേറ്റീവ് സെൻസിൽ പെട്ടതാണ്. അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചവർക്കെല്ലാം നന്ദി, നമസ്കാരം. ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.